ചൂളം വിളിക്ക് കാതോർത്ത് പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ. മാസങ്ങൾക്ക് മുന്നേ അടച്ചുപൂട്ടിയ റെയിൽവേ സ്റ്റേഷൻ തുറക്കണമെന്ന ആവശ്യം ശക്തം. നമ്മുടെ പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ പൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മള് ആദ്യം തന്നെ ചില ഇടപെടലുകളൊക്കെ നടത്തിയിരുന്നു ബിജെപിയുടെ നേതൃത്വത്തിൽ. നമ്മളവിടെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് നിരവധി ആളുകൾ പാലക്കാടും അതേപോലെ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ആ സ്റ്റേഷനെ ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സ്റ്റേഷൻ നിർത്തലാക്കിയതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് മീറ്റ്നയിലെയും പാലപ്പുറത്തെയും ഉൾപ്രദേശങ്ങളിലുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ, ആ ആളുകൾക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ സ്റ്റോപ്പ് ഇല്ലാതെ ആവുകയും അവിടുത്തെ സ്റ്റേഷൻ എടുത്തു മാറ്റിയ സാഹചര്യത്തിൽ അവിടെ പാലപ്പുറം സ്റ്റേഷനിൽ ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം, അവർക്ക് ഒറ്റപ്പാലും ഷൊർണൂരും പോയി ഇറങ്ങിക്കൊണ്ട് രാത്രി അവിടുന്ന് വീടുകളിൽ എത്താനുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് പ്രകാരം നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് അവർക്കും അതേപോലെ തന്നെ കേരളത്തിലെ 2 മന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യൻ അവർകളെയും സുരേഷ് ഗോപി അവർകളെയും സമീപിച്ചിട്ട് നമ്മളത് വീണ്ടും തുടങ്ങാനുള്ള ഉണ്ടായ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പ് ഇവിടുത്തെ ജനങ്ങൾക്ക് നമ്മൾ അന്ന് തന്നെ കൊടുത്തിരുന്നു. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ അവിടുത്തെ ആളുകളുടെ സമീപിച്ചിട്ട് ഒപ്പുശേഖരണമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ കൗൺസിലറുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. വരുമാനക്കുറവിനാൽ അടച്ചുപൂട്ടിയ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനുകൾ തുറന്ന സാഹചര്യത്തിലാണ് പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനും തുറക്കുമെന്ന പ്രതീക്ഷ യാത്രക്കാരിൽ ഉയർത്തുന്നത്. ഓൺലൈൻ ടിക്കറ്റ് സൗകര്യം വന്നതോടെ സ്റ്റേഷൻ ഏജന്റ് പ്രവർത്തനം നിർത്തലാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 29-നാണ് പാലപ്പുറം സ്റ്റേഷനും പൂട്ടുവീണത്. ഏജന്റ് അവസാനിപ്പിച്ച പ്രവർത്തനം റെയിൽവേ അധികാരികൾ ഡിസംബർ വരെ തുടർന്നു പോന്നു. എങ്കിലും ഒടുവിൽ റെയിൽവേയും പ്രവർത്തനം നിർത്തി. ഇതോടെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ട്രെയിനുകളും സ്റ്റോപ്പ് നഷ്ടമായി. പാലക്കാട്, കോയമ്പത്തൂർ, കോഴിക്കോട്, കണ്ണൂർ, മംഗലാപുരം എന്നിവിടങ്ങളിലേക്ക് ജോലിക്കും വിവിധ കച്ചവട ആവശ്യങ്ങൾക്കുമായി തൃശൂർ, പാലക്കാട് ജില്ലകളിലെ നിരവധി പേരാണ് ഈ സ്റ്റേഷനെ ആശ്രയിച്ചിരുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി എന്നിവർക്കും നിവേദനം നൽകി സ്റ്റേഷൻ തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ എന്തും ചെയ്യുമെന്ന് ബിജെപി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുമേഷ് ചീരത്തൊടി പറഞ്ഞു. നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ തുച്ഛമായിട്ടുള്ള ഒരു കരാറിനാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് അദ്ദേഹം അത് ആ ലൈസൻസ് അദ്ദേഹം വിട്ടുപോകാണ്ടായ സാഹചര്യം നമ്മൾ അന്വേഷിച്ചപ്പോൾ ആ തുച്ഛമായ ഒരു തുകയ്ക്കാണ് കൊടുക്കുന്ന ടെൻഡർ എങ്കിൽ അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള അത് ഏറ്റെടുക്കാൻ സന്മനസ്സുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ സമീപിച്ചുകൊണ്ട് അവിടെ വീണ്ടും തുടങ്ങാൻ പറ്റുമോ എന്നുള്ള സാധ്യത കൂടി നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മൾ അത് അവിടെ അതിനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ആരംഭിക്കുന്നുണ്ട്. എന്തായാലും അവിടുത്തെ ട്രെയിനിന് സ്റ്റോപ്പില്ല എന്നുള്ളത് നമ്മൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ സ്റ്റോപ്പ് അനുവദിക്കാനുള്ള പ്രവർത്തനത്തിനും അതേപോലെ സ്റ്റേഷൻ തിരിച്ചു കൊണ്ടുവരാൻ പാലപ്പുറത്തിന് ആ സ്റ്റേഷൻ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിനും ബിജെപി നേതൃത്വം കൊടുത്തു. എന്തായാലും ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണ് അത് ബിജെപി എന്തായാലും